ഒരുപാട് പടങ്ങളെടുത്തു, എല്ലാം നല്ല നല്ല പടങ്ങളാണ്. മലയാള സിനിമയ്ക്ക് ഇങ്ങോട്ട് പറിച്ച് നടികൻ നമ്മൾ ഉണ്ടാക്കി എഴുതിയിരുന്നല്ലോ, അത് പറിച്ച് നല്ല വാസം പറഞ്ഞ കുഞ്ചാക്കോ മേനോളിയാണ്. അതായത് ഇവിടുത്തെ ആർട്ടിസ്റ്റ്, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഇവിടെയുള്ള പണക്കാർ, ഇവർക്ക് മദ്രാസിൽ പോയി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരിവിടെ തന്നെ എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ മലയാളം പടങ്ങളെല്ലാം ഇങ്ങ് വരാൻ തുടങ്ങിയത്. ഇപ്പം മലയാളം പടം വളരെ കുറവാണല്ലോ മദ്രാസിൽ. ഇത് ആരോ പറഞ്ഞ പോലെ ഈ പറിച്ച് നട്ട് കഴിഞ്ഞൂടെ. ഇത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബാണ്, കംപ്ലീറ്റ് എല്ലാം ലാബിൻ്റെ ഇതേ ഉള്ളൂ. ഇപ്പോൾ കോട്ടേഴ്സൊക്കെ ആക്കി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നു. ഇതാണ് പിന്നെ ഫ്ലോറ്. മുൻപ് 3 ഉണ്ടായിരുന്നു, മൊത്തത്തിൽ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു, ഒന്ന് അവിടെ ഉണ്ടായിരുന്നു, ഒന്നിത്. ഇത് നൻസാർ ഇവിടെ വരികയാണെങ്കിൽ താമസിക്കുന്ന കെട്ടിടമാണ്. സാറിൻ്റെ പേരിൽ സാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നീ എന്തിനാ ഗോപാല ഈ സംഘം ഉണ്ടാക്കാനും സമരം ഉണ്ടാക്കാനും എന്നൊക്കെ പറഞ്ഞ് ഈ കൊള്ളാവുന്ന ആളുകളൊക്കെ വെറുപ്പിക്കുന്നത്? കൊള്ളാവുന്നവരാരും എന്നെ വെറുക്കില്ലമ്മേ. വലിയ വീട്ടിലെ കേശവന്നാർക്ക് നിന്നോട് വിരോധമല്ലേ? കുടികിടപ്പുകാരെയും പാട്ടക്കാരെയും ദ്രോഹിക്കുന്ന അയാളാണോ കൊള്ളാവുന്നവൻ? വേണ്ട വേണ്ട, അയാളുമായുള്ള സ്നേഹമേ നമുക്ക് വേണ്ട. നീ പൊടിയപ്പുറത്ത്. ആഹാ, അമ്മയും മകനും കൂടെ അങ്ങ് പ്രസംഗിക്കുന്നു. ആണുങ്ങളെ ആക്ഷേപിക്കുന്നവനൊന്നും എന്റെ വീട്ടിൽ സ്ഥാനമില്ല. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കും. വേണ്ട വേണ്ട, എന്റെ വീട്ടിൽ എന്റെ കമ്മ്യൂണിസത്തിനൊന്നും സ്ഥാനമില്ലടാ. ഇവിടെ വേണ്ട. അച്ഛാ, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. നീ എന്നോട് വർത്തമാനം പറയണ്ട ഗോപാല. നീ എന്നെ എത്താമെന്നും വിളിക്കണ്ട. അവൻ എന്തോ വേണമെന്ന് പറഞ്ഞാട്ടെ, അതുപോലെ അങ്ങ് കേൾക്കുമല്ലോ. നീ പോയി അപ്പുറത്ത്. ഇനി നീ എന്നെ ഗുണദോഷിക്കാത്ത കുറ്റമാ. നോക്കടി നോക്ക്, ഇവൻ ഗുരുത്വമുള്ളവനാണെങ്കിൽ ഈ മേവീശിയും വെച്ചുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി നിൽക്കുമോ? ഒന്നുമില്ലേലും നാട്ടുകാർക്കൊക്കെ അവന് ജീവനാ. ആരറിയും എന്റെ ഈ നാട്ടുകാര്? കണ്ട ചെണ്ടനും ചെണ്ടപ്പൂവാലനും ചെമ്മാനും ചെരുപ്പ് കുത്തിയും ഒക്കെ അല്ലേ എന്റെ നാട്ടുകാര്. എടി, എന്റെ നാട്ടുകാര് കേശവൻ നായരെ പോലുള്ള മാന്യന്മാരാണ്. മനസ്സിലായോ? അതെങ്ങനാ? ഏതോ പ്രശ്നത്തിൽ കിന്നര വായിച്ച വല്ല ഫലവും ഉണ്ടോ? ഇവറ്റകളെ പറയുന്നത് എന്തിനാ? നന്നാകാനുള്ളതേ നന്നാവുകയുള്ളൂ. ശാരദ വരുന്നതൊക്കെ അങ്ങനെയാണ്. ശാരദയ്ക്ക് മുമ്പ് നളിനി എന്നും പറഞ്ഞൊരു പെണ്ണോടെ വന്നു. ആ പെണ്ണ് കാണാനൊക്കെ നല്ല മിടിക്കുകയാണ്, നല്ല വെള്ളയാണ്, അഭിനയശാലം മോശമാണ്. അത് ശാരദയ്ക്കുള്ള പോലെ ഇല്ല. അപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ ശാരദ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മടുപ്പായിരുന്നു. ആ കറുത്ത് ഇരുണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ശാരദയുടെ സൈഡായി. മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ ആ ചിത്രം പുറത്തു വന്നിട്ട് വർഷങ്ങളേറെയായി. പിന്നീട് 3 ഇംഗ്ലീഷ് അവാർഡുകളും നേടി. എന്നെ എനിക്ക് മറക്കാനാകാത്ത 2 പേരുകളാണ് ശ്രീമാൻ കുഞ്ചാക്കോയും ഉദയായും. എന്റെ അഭിനയ ജീവിതത്തിന് അടിത്തറപ്പാകിയത് അവരാണ്. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടവിരേ കൂടവിരേ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടവിരേ കൂടവിരേ കൂട്ടിനിണയല്ലേ കുഞ്ചുമൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ.